ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ. അപ്പം ഇന്ന് ജനുവരി 1, 2025. അപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്നത് നമ്മുടെ 2025 ആദ്യത്തെ വീഡിയോ ആണ്. ഇതെങ്കിലും ഇന്നലത്തെ എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് ഇന്നാട്ടോ അപ്പായത്, വെളുപ്പിനെ അപ്പായത്. അപ്പം ഫസ്റ്റ് ഡേ ഞാനത് രാത്രി തന്നെ 12 മണിക്ക് മുമ്പ് തന്നെ അപ്പാക്കണമെന്ന് വിചാരിച്ചത്, പക്ഷെ നടന്നില്ല. അപ്പം ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമായി, പുതിയൊരു വർഷം തുടങ്ങുക. അപ്പം എല്ലാവരും പുതിയ കുറേ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും അല്ലേ? ഞാനും എല്ലാ വർഷവും ഇതുപോലെ ഓരോ തീരുമാനങ്ങൾ എടുക്കും, പക്ഷെ ഒന്നും നടക്കത്തില്ല. ഈ വർഷം അങ്ങനെ കുറേ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 2024, അപ്പം ഞാൻ 2024 പറ്റിയിട്ട് സംസാരിക്കാനാട്ടോ വന്നത്. എൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ചിന്തകളുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാ. ഞാൻ വിചാരിച്ചു കുറേ നാളായി നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെ വീഡിയോ ഇട്ടിട്ട്, അല്ലാതെ കുക്കിംഗ് ബ്ലോഗ് അങ്ങനെയൊക്കെ സംസാരിക്കും. പണ്ടാണെങ്കിൽ ആദ്യമൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ മേക്കപ്പ് വീഡിയോ ഒക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം പിന്നെ ഞാൻ അങ്ങനൊന്നും മേക്കപ്പ് വീഡിയോ ഒന്നും ചെയ്യാറില്ല. കുക്കിംഗ് വീഡിയോ കൂടുതലും ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഇഷ്ടം മേക്കപ്പ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഞാൻ റിപ്പീറ്റായിട്ട് ചെയ്യാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരേ പ്രോഡക്ട്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പം എല്ലാവട്ടും ഒരേ മേക്കപ്പ് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം മേക്കപ്പിൻ്റെ റിലേറ്റഡ് ആയിട്ട് വീഡിയോ ഇടുന്നവർക്ക് പുതിയ പുതിയ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് വീഡിയോ ഒക്കെ ഇടാം. അപ്പം ഞാൻ ഒരേ സാധനം യൂസ് ചെയ്യുന്നതുകൊണ്ട് റിപ്പീറ്റേഷൻ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ അങ്ങനത്തെ വീഡിയോസ് ഒഴിവാക്കിയത്. അപ്പം 2024 പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഒരുപാട് നല്ല കാര്യം, ഓർമ്മിക്കാൻ ഒരുപാട് നല്ല കാര്യങ്ങളും സന്തോഷിക്കാൻ ഒരുപാട് നല്ല കാര്യങ്ങളും ഉണ്ട്. 23 ആയിരുന്നെങ്കിൽ ഫുൾ ഹോസ്പിറ്റൽ കേസും അങ്ങനെയൊക്കെ ആയിരുന്നു. 24 ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഓവർ തിങ്കിങ്, ഗൂഗിൾ സെർച്ച് ചെയ്ത് പുതിയ അസുഖങ്ങൾ കണ്ടുപിടിക്കുക, അങ്ങനെ അസുഖങ്ങൾ കണ്ടുപിടിച്ച് ചിലപ്പോൾ ഡോക്ടർമാരെക്കാളും കൂടുതൽ അസുഖങ്ങളുടെ പേരുകളും സിംറ്റംസും ഒക്കെ എനിക്ക് അറിയാമായിരിക്കും. അങ്ങനെ 2023 ഓരോ അസുഖങ്ങൾ സ്വയം കണ്ടുപിടിക്കും, ഹോസ്പിറ്റലിൽ പോകും. ഡോക്ടേഴ്സ് തന്നെ എന്നോട് 2 മിനിറ്റ് സംസാരിക്കുമ്പോൾ അവർ ചോദിക്കും ഗൂഗിൾ സെർച്ച് ചെയ്യാറുണ്ടല്ലേ എന്ന്. അവർക്ക് തന്നെ മനസ്സിലാവും. അപ്പം അങ്ങനെയാണ്. അപ്പം ഞാൻ 2024 കയറിയപ്പം അങ്ങനെ ഹോസ്പിറ്റലിൽ പോകത്തില്ല, ഒരു വട്ടം പോയി. അങ്ങനെ മറ്റേതാണെങ്കിൽ ഞാൻ 2023 ഞാൻ 2-3 അൾട്രാസോണിക് എടുത്തു, ഒരു സ്കാനിങ് വരെ എടുത്തിട്ടുണ്ടായിരുന്നു. 24 ഞാൻ ഒരു വട്ടം മാത്രം ഒന്ന് പോയി, ബാക്കി ദൈവം സഹായിച്ച് പോകത്തില്ല. ഞാൻ ഈ വട്ടം അങ്ങനെ തന്നെ വിചാരിച്ച് പോകത്തില്ലെന്ന് പറഞ്ഞാൽ അങ്ങനല്ല, ഞാൻ ഓരോ അസുഖങ്ങൾ കണ്ടുപിടിക്കുന്നതാണ്. അല്ല, എനിക്ക് അസുഖങ്ങൾ ഉണ്ടായിട്ടല്ല, ഓരോ അസുഖങ്ങൾ എനിക്കിതാണോ ഉള്ള പേടി കൊണ്ടിട്ടാ കൂടുതൽ. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം 2024 പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ, സന്തോഷമുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ ആ സന്തോഷത്തെ ഒക്കെ ഒറ്റയടിക്ക് കളയുന്ന ഒരു ദുഃഖവും ഞങ്ങൾക്ക് 2024 വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനെയൊക്കെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. 2024 ആണെങ്കിൽ നല്ല കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ട്രിപ്പ് പോയത്, ഞങ്ങൾ എല്ലാ വർഷവും എവിടെയെങ്കിലുമൊക്കെ പോകും, പക്ഷെ ഞങ്ങൾക്ക് ഡ്രീമായിട്ടൊരു പ്ലേസ് ആയിരുന്നു സ്വിറ്റ്സർലാൻഡ് പോയി, ഇറ്റലി പോയി. അങ്ങനെ നല്ല ട്രിപ്പ് ഉണ്ടായിരുന്നു. പിന്നെ 2 കസിൻസിൻ്റെ കല്യാണം കൂടാൻ പറ്റി, എൻ്റെ കൂട്ടുകാരിയുടെ കല്യാണം ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ അനിയത്തിയുടെ കല്യാണം നിശ്ചയിച്ചു, അടുത്ത വർഷം അവിടെ കല്യാണം. അങ്ങനെ പിന്നെ ഞങ്ങളുടെ ഒരു ആഗ്രഹം സാധിച്ചു. ഞാനത് ഇതുവരെ ഇതിൽ യൂട്യൂബിലും അങ്ങനെ സോഷ്യൽ മീഡിയ വഴി എവിടെയും റിവീൽ ചെയ്തിട്ടില്ല. ഒരു കാര്യം ഞങ്ങൾക്ക് സാധിക്കണം എന്നാൽ ഞങ്ങൾക്ക് സാധിച്ചു, അതുണ്ടായി. അങ്ങനെ കുറേ നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല മെമ്മറീസ്, ഫാമിലി ആയിട്ട് ഇവിടെ ഗെറ്റ് ടുഗദർ എവിടെയെങ്കിലും പോവുക ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അതുപോലെ തന്നെ ഓണം, ഈ വട്ടം ഓണം എന്നൊക്കെ നാട്ടിൽ ആഘോഷിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ഫസ്റ്റ് ഓണം ഞങ്ങൾ ഇവിടെ ആയിരുന്നു, സെക്കൻഡ് ഓണം ഞങ്ങൾ തായ്ലൻഡിലായിരുന്നു ആഘോഷിച്ചത്. 3-ാമത്തെ ഓണം ഞങ്ങൾ ഫാമിലി ആയിട്ട് എൻ്റെ ഫാമിലിയിൽ ഒരുമിച്ച് ഞങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റി. അത് ഭയങ്കര സന്തോഷമുള്ളതായിരുന്നു. അങ്ങനെ ഈ വട്ടം ഞാൻ അടുപ്പിച്ചടുപ്പിച്ച് നാട്ടിൽ പോയി. സെപ്റ്റംബറിലും പോയി, ഒക്ടോബറിലും പോയി. സെപ്റ്റംബറിൽ ഞങ്ങളുടെ കസിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു, ഒക്ടോബറിൽ എൻ്റെ കൂട്ടുകാരുടെ കല്യാണം ഉണ്ടായി. അതുവരെയൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല എനിക്ക് 2024. അത്യാവശ്യം നല്ല നല്ല മെമ്മറീസ് ഉള്ള ദിവസമല്ല, വർഷം ആയിരുന്നു 2024. പക്ഷേ ഈ സന്തോഷത്തിനെയൊക്കെ ഒറ്റയടിക്ക് ഇല്ലാതാക്കിയ ഒരു വലിയ ദുഃഖം എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ ഫാമിലിക്ക് ഉണ്ടായത്. എൻ്റെ അനിയത്തി ഞങ്ങളെ വിട്ടുപോയി, ദേവു. എനിക്കറിയാം ഈ കാര്യം ഞാൻ ഇതുവരെ യൂട്യൂബിൽ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ
ഞാൻ കൂടുതൽ ഫാമിലി ഇൻവോൾവ് ചെയ്യിച്ചുള്ള കാര്യങ്ങൾ യൂട്യൂബിൽ പറയാറില്ല. പക്ഷെ 2024 പറ്റി പറയുമ്പം ഇതെനിക്ക് പറയാതിരിക്കാൻ പറ്റത്തുമില്ല. ആ ഒരു വർഷത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഓർത്ത് പറയുമ്പം എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു കാര്യം ഇതാണ്. ഇത് യൂട്യൂബിൽ പറയണ്ടെന്നൊക്കെ വിചാരിച്ചതാ. എനിക്ക് അങ്ങനെ താല്പര്യമില്ല. അങ്ങനെ ഞാനിത് പറഞ്ഞ ആക്ച്വലി കാര്യം എനിക്ക് സങ്കടം, അതുകൊണ്ട് ഞാൻ പറയുമെന്ന് വിചാരിച്ചല്ല. പക്ഷെ 24 പറ്റി പറയുമ്പോൾ ഇത് പറയണമല്ലോ. ഈ അടുത്ത ഓണത്തിന് അവളുടെ കൂടെ ഉള്ള വീഡിയോ ഉണ്ട്. അവൾ ചെറിയൊരു ഇതിൽ ചെറുതായിട്ടേ ഉള്ളൂ, പക്ഷെ എനിക്ക് അവിടെ കൂടെ ഞങ്ങൾ പൂരാടത്തിന് ആഘോഷിച്ച കസിൻ എല്ലാം വരുന്ന ആ വീഡിയോയിൽ അവളും ചിറ്റയൊക്കെ ഉണ്ട്. പെട്ടെന്ന് അറ്റാക്ക് ആയിരുന്നു കേട്ടോ. 22 വയസ്സേ ഉള്ളൂ. അവൾക്ക് വയ്യാത്ത കുട്ടിയായിരുന്നു. പക്ഷെ നമുക്ക് ഒരുപാട് അല്ലാതെ വയ്യാഴികൾ വന്ന മൊമെന്റുകൾ ഉണ്ടായിരുന്നു. തീരെ ആയ സമയം. ഇപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. പെട്ടെന്ന് ഞങ്ങളെ വിട്ട് പോയി നവംബറിൽ. അപ്പം എന്താ പറയുക, അത് ഞങ്ങളെ സംബന്ധിച്ച് അത് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം. അത് ഇപ്പോഴും പറ്റുന്നില്ല. അതാണ് 2024 എന്ന് ആലോചിക്കുമ്പോൾ ഫസ്റ്റ് സന്തോഷങ്ങളെക്കാളും കൂടുതൽ എനിക്ക് ഓർമ്മയിൽ വരുന്ന ഒരു കാര്യം ഇതാ. പക്ഷെ ഞാൻ ഇത് മറക്കാൻ എപ്പോഴും ശ്രമിക്കും കേട്ടോ. അവള് ഇല്ലെന്നല്ല, അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ലെന്ന് തന്നെ ആലോചിച്ചു ഞാൻ എൻ്റെ നോർമൽ ലൈഫ് ലീഡ് ചെയ്യും. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആലോചിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞു വരും. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോഴും ഒരുപാട് കട്ട് ചെയ്താ എടുക്കുന്നത്. അപ്പം എനിക്ക് വീഡിയോയിൽ വന്ന് കരയാനോ അങ്ങനെ വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീഡിയോസിൽ ഇതുവരെ ഞാൻ അങ്ങനത്തെ ഒന്നും കരഞ്ഞിട്ട് അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല. അപ്പം എന്താ പറഞ്ഞത്, അവൾ അങ്ങനെ ഞങ്ങളെ വിട്ടു പോയി. അത് 2024 ഓർമ്മകളിൽ ഫസ്റ്റ് വരുന്ന കാര്യം. പിന്നെ ബാക്കിയൊക്കെ നോക്കുമ്പോൾ കുഴപ്പം ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 2024 പറ്റി വേറെ സങ്കടം പറയാനുള്ളത്, എൻ്റെ ചേച്ചിക്ക് വയ്യാതെ വന്നു. ഒരു സർജറി ഒക്കെ വേണ്ടി വന്നു. എൻ്റെ ഓർമ്മയിൽ 2024 തന്നെ ആണോ അതോ 23-ലാണോ എനിക്കറിയില്ല. എൻ്റെ ചേച്ചിക്ക് ആക്സിഡന്റ് പറ്റിയിട്ട് ഒരു സർജറി നടന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഏത് വർഷമാണെന്ന് ഓർമ്മയില്ല. പക്ഷെ ചേച്ചിക്ക് വേറെ സർജറി നടന്നിട്ടുണ്ട്. അത് ഈ വർഷം തന്നെയാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമുള്ള ഒരു കാര്യമാണ്. ഇത് രണ്ടും കൂടുതലും എനിക്ക് പേഴ്സണലി സങ്കടം വന്നിട്ടുള്ള കാര്യങ്ങൾ. അല്ലാതെ ഈ വർഷം നോക്കുകയാണെങ്കിൽ വേറെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോയ ഒരു വർഷമാണ്. ആൾക്കാരുടെ വേർപാടാണ് നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും പറ്റുക എന്ന് പറയുന്നതാണ് നമ്മളെ സംബന്ധിച്ച് വലിയ ദുഃഖം. അപ്പം അങ്ങനെ ഒന്നും പറ്റരുത് എന്ന് ആഗ്രഹിച്ചു തന്നെയാണ് ഈ 2025 ഞാൻ പോകുന്നത്. അങ്ങനെ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ടവർക്കല്ല, എല്ലാവർക്കും. പക്ഷെ ഈ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ ഒരുപാട് ന്യൂസ് കണ്ടിട്ടുള്ള ആക്സിഡന്റ്, ഈ നമ്മുടെ ആഘോഷത്തിന്റെ പേരിലുണ്ടായ അടികളും അല്ലെങ്കിൽ ചെറിയ ചെറിയ വാക്ക് തർക്കത്തിന്റെ പേരിലുള്ള ഓരോരുത്തരെ കൊല്ലുന്നതും അശ്രദ്ധ മൂലം ഉണ്ടായ ആക്സിഡൻസും ഇങ്ങനെയൊക്കെയാണ് ഞാൻ കൂടുതലും കേട്ടത്. അപ്പം അതെനിക്ക് എന്താ പറഞ്ഞത്, ഫസ്റ്റ് നമ്മൾ നല്ലൊരു പുതുവത്സരം ആശംസിച്ച് ദിവസം തന്നെ ഇങ്ങനെ കേട്ടപ്പോൾ ഭയങ്കര ദുഃഖം തോന്നി. പിന്നെന്താ, ഇതൊക്കെയാണ്. അപ്പം എല്ലാവരെ പോലെ ഞാനും ഒരുപാട് അത് ചെയ്യണം, ഈ വർഷം ഇത് ചെയ്യണം, എൻ്റെ ഈ ശീലം മാറ്റണം, അല്ലെ എൻ്റെ ഈ ദുശീലം മാറ്റണം എന്നൊക്കെ ഞാനും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. നടക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഒന്ന് എക്സസൈസ് ചെയ്യണം എന്നാണ് ഞാൻ മേജറായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഞാൻ ഒട്ടും എക്സസൈസ് ചെയ്യാറില്ല. ഞാൻ ഏട്ടനെയൊക്കെ പറഞ്ഞു വിടുകയും ചെയ്യും. പക്ഷെ ഞാൻ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പണ്ടത്തെ പോലുള്ള അങ്ങനെ എൻ്റെ ഏജിനേക്കാളും കൂടുതൽ എന്താ പറയുന്നത്, നമുക്ക് ഇപ്പോഴേ വയ്യ ബോഡി, നമ്മൾ എക്സസൈസ് ചെയ്യാത്തതുകൊണ്ട്. അപ്പം അത് പ്രോപ്പറായിട്ട് ചെയ്യണം എന്നുണ്ട്. പിന്നെന്താ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ സ്വഭാവത്തിൽ എനിക്ക് മാറ്റണം എന്ന് ആഗ്രഹിച്ചത്, ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാനത് ഉള്ളിലേക്ക് എടുത്തിട്ട് ആ ഗ്രഡ്ജ് വെച്ച് ചിലപ്പോൾ ഞാനോട് മിണ്ടത്തേ ഇല്ല. അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ എപ്പോഴും അതിങ്ങനെ കിടന്ന് ആക്ച്വലി അവരത് അറിയുന്നുണ്ടാവില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ അവർ പറഞ്ഞതും ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങൾ, എന്നോട് ചെയ്തതായിട്ടും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ കിടക്കും എപ്പോഴും. എന്നിട്ട് ഞാൻ അത് വെച്ചിട്ട് മനസ്സിലത് വെച്ചിട്ടായിരിക്കും. അപ്പോൾ ആക്ച്വലി ഞാൻ ആലോചിച്ചപ്പം അവരെക്കാളും കൂടുതൽ അത് എന്നെ തന്നെ അത് ബാധിക്കുന്നത്. ഞാൻ സങ്കടപ്പെട്ട് എൻ്റെ ശരീരമല്ല, എൻ്റെ മാനസികാവസ്ഥ ഞാൻ തന്നെ തകരാറാക്കാൻ തോന്നി. അപ്പം എനിക്ക് എന്താ പറഞ്ഞ അതൊക്കെ മാറ്റണം, ആ ഒരു സ്വഭാവം മാറ്റണം. എന്തെങ്കിലും ആളും പറഞ്ഞാൽ അത് അപ്പം എടുത്തു അങ്ങ് പിന്നെ കളയണം എന്നൊരു ചിന്തയുണ്ട്. ഞാൻ മനസ്സിൽ വെച്ചിട്ട് അത് വെച്ച് എനിക്ക് സങ്കടം ഉണ്ടാവുന്നത്, ഞാൻ സങ്കടപ്പെട്ട് കരയും.
അപ്പം ഞാൻ ഏട്ടനായിരിക്കും അത് കൂടുതലും കാണുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ അമ്മ. അച്ഛനേക്കാളും കൂടുതൽ അമ്മയും ഏട്ടനും അത് കാണുന്നുള്ളൂ. പിന്നെ അമ്മൂമ്മയും ഇപ്പം കാണാറുണ്ട്. അമ്മൂമ്മ ഇപ്പം അമ്മയുടെ കൂടെ ആയതുകൊണ്ട് അമ്മൂമ്മയും കാണാറുണ്ട്. അപ്പം ഇങ്ങനെ അത് മറന്നു പോകത്തില്ല. ഇങ്ങനെ ഫീഡ് ചെയ്ത് ഇങ്ങനെ കിടക്കും. അത് ഞാൻ എപ്പോഴെങ്കിലും അവർ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ അത് വീണ്ടും ആലോചിച്ച് അതിങ്ങനെ സങ്കടപ്പെടും. ഏട്ടൻ പറഞ്ഞാൽ അത് കഴിഞ്ഞ കാര്യമില്ല, ചിലപ്പോൾ അത് 10 വർഷം കഴിഞ്ഞ കാര്യങ്ങളാണെങ്കിൽ അതിങ്ങനെ. അപ്പം അതൊക്കെ ഒന്ന് മാറ്റണം എന്ന് ഉണ്ട്. പിന്നെന്താ, പിന്നെ പറയുകയാണെങ്കിൽ 2024 അങ്ങനെ വേറെ എൻ്റെ സ്വഭാവത്തിൽ മാറ്റണമെന്ന് എനിക്ക് അങ്ങനെ എൻ്റെ സ്വഭാവത്തിൽ അങ്ങനെ ചീത്ത സ്വഭാവം ഒന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നില്ല. ദേഷ്യമുണ്ട്, ദേഷ്യം പക്ഷെ ഞാൻ ഒത്തിരി കുറച്ചിട്ടുണ്ട്. പണ്ടത്തെ അത്ര ദേഷ്യമൊന്നും എനിക്ക് ഇപ്പം ഇല്ല. ഉണ്ട്, ദേഷ്യം ഉണ്ട്, പക്ഷെ പണ്ട് വല്ല എക്സ്ട്രീം ആയിരുന്നു. അത്രയൊന്നും എനിക്ക് ഇപ്പം ഇല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ഇച്ചൂടൊക്കെ ഒന്ന് കൺട്രോൾ ആക്കണം എന്ന് ഒക്കെ ഉണ്ട്. പിന്നെ കുറേ ആഗ്രഹങ്ങളുണ്ട്. അങ്ങനെ വേണം, ഇങ്ങനെ ശ്രദ്ധിക്കണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെയൊക്കെ കുറച്ച് ആഗ്രഹങ്ങളുണ്ട്. അതൊക്കെ പിന്നെ വലിയൊരാഗ്രഹം, അത് ഞാൻ മാത്രം വിചാരിച്ചാൽ പറ്റത്തില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനൽ നല്ലൊരു സബ്സ്ക്രൈബറൊക്കെ ആയിട്ടാ നിങ്ങളും കൂടെ എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കാണണം. പിന്നെ എൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ റെഗുലറായിട്ട് നല്ല രീതിയിൽ വീഡിയോ ഇടണം. എന്നാലേ എൻ്റെ ചാനലിന് വളർച്ച ഉണ്ടാകത്തുള്ളൂ. എൻ്റെ ചാനൽ വളരെ എഴഞ്ഞാണ് കയറുന്നത്. അപ്പം എന്നെ നല്ല റെഗുലറായിട്ട് നല്ല വീഡിയോസൊക്കെ ഇടണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോസ് അറ്റ്ലീസ്റ്റ് എല്ലാവരും ഒന്ന് കണ്ട് കാണുകയും വേണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളാരും കമൻറ്റ് ചെയ്യുന്നില്ല, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എന്താ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഇപ്പോഴെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് തരണം. എന്താ, അതൊക്കെയാണ് എൻ്റെ ഈ പിന്നെ മനസ്സിൽ നമുക്കിങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്ത പല ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഇഷ്ടങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യണം എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കുകയാണ്. എനിക്ക് ചില കാര്യങ്ങളൊക്കെ മുൻകൂട്ടി എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഞാൻ അത് ചെയ്യാൻ പോയി അങ്ങനെ എനിക്ക് പറയുന്നത് വല്ല താല്പര്യമില്ല. എനിക്ക് ഈ എന്താ കണ്ണേർ എന്നൊക്കെ ഉള്ള സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്കൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഇങ്ങനെ ഭയങ്കര, എനിക്കറിയത്തില്ല, എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും. ഫോട്ടോസൊക്കെ എല്ലാം എവിടെ പോകുമ്പോൾ ഷെയർ ചെയ്യാൻ ഇഷ്ടമാണ്. അത് ആൾക്കാർ കാണുമ്പോൾ എനിക്ക് എപ്പോഴും പണി കിട്ടാറുണ്ട്. നല്ല ചിരിച്ചോടെ നിന്ന് ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നെങ്കിൽ ഞങ്ങൾക്ക് കരയേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ എന്ത് നല്ല കാര്യങ്ങൾ സാധിച്ചതിന് ശേഷം മാത്രമേ എല്ലാവരോടും പബ്ലിക്കാക്കുക. അത് ചിലവർക്ക് ഒളിപ്പിച്ച് വെച്ചാന്ന്. അങ്ങനെ എനിക്ക് എന്താ പറയുക, എൻ്റെ കുറേ പേർക്ക് അങ്ങനെ എന്നോട് ദേഷ്യം തോന്നിയിട്ടുണ്ട്. പല കാര്യങ്ങളും ഒളിപ്പിച്ച് വെച്ചിട്ട്. പിന്നെ അങ്ങനെ ഒളിപ്പിച്ച് വെക്കുന്ന കാരണം തന്നെ എല്ലാം നടക്കുന്നതിന് മുമ്പേ ഈ കുരയ്ക്കുന്ന വെട്ടി കടിക്കില്ല എന്ന് പറയുന്നത് സംഭവം പോലെ നമ്മൾ ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതിന് ചിലപ്പോൾ അത് നടന്നില്ലേ ആൾക്കാർ തന്നെ നമ്മളോട് അത് നടന്നില്ലല്ലോ, അല്ല നീ പറഞ്ഞല്ലേ അങ്ങനെ ചോദിക്കും. അപ്പം നടന്നതിന് ശേഷം എല്ലാവരോടും പറയാം അതേ ഉദ്ദേശമില്ല, അല്ല ഒളിപ്പിച്ച് വെച്ചാൽ. അങ്ങനെ പലർക്കും പല കേടുകൾ എന്നോടുണ്ട്. പിന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ള, ഞാൻ ഇന്നേ വരെ ആരോടെങ്കിലും എന്തെങ്കിലും ഹേർട്ടായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ചിലവരോട് സംസാരിച്ചത് എനിക്ക് ഇപ്പോഴും റിഗ്രറ്റ് ഇല്ല കേട്ടോ. അത് സംസാരിക്കാൻ വൈകിപ്പോയെന്നുള്ള റിഗ്രറ്റുള്ളൂ. അല്ലാതെ ചിലവരോട് ഞാൻ സംസാരിക്കണം. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടി ഈ വട്ടം ചെയ്യണമെന്ന് തോന്നി. എന്താ പറയുക, ഞാൻ ഈ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും നമ്മുടെ കസിൻസിനോടാണെങ്കിലും ഫ്രണ്ട്സിനോടാണെങ്കിലും റിലേറ്റീവ്സിനോട് ആരോടും നെയ്ബേഴ്സിനോട് ആരോടും ഞാൻ ഇങ്ങനെ സംസാരിക്കുക അല്ലെങ്കിൽ ഒരു കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാറില്ല. എസ്പെഷ്യലി ഇപ്പോൾ UAE തന്നെ നമ്മുടെ അടുത്താണെങ്കിലും വേറെ എവിടെയായാലും ആ ആൾക്കാർക്ക് എന്നോട് ഇഷ്ടക്കേട് തോന്നുമായിരിക്കാം. പക്ഷെ ഞാൻ ആരോടും അങ്ങനെ സംസാരിക്കത്തില്ല. ചിലരുണ്ട് എപ്പോഴും ഒരു കണക്ഷൻ വെക്കും. ഞാൻ കണക്ഷൻ വെക്കാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് നല്ല അങ്ങനെ എനിക്ക് അറിയത്തില്ല. എനിക്ക് ഈ ഫോൺ ത്രൂ മെസ്സേജ് അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് വരാൻ റിപ്ലൈ ചെയ്യാൻ കൊടുക്കും. എനിക്ക് ആരോടും അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് ഇഷ്ടമല്ല അറിയാം. പക്ഷെ എനിക്കിങ്ങനെ എപ്പോഴും മെസ്സേജ് അയച്ചോ എപ്പോഴും വിളിച്ചോ അങ്ങനെ കണക്ട് ചെയ്യാൻ എനിക്ക് പണ്ട് തൊട്ടേ അറിയത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ഒക്കെ അവള് വിളിക്കുന്നില്ല, പക്ഷെ അവർ എന്നെയും വിളിക്കുന്നില്ല. ഒന്നാമത് അവർ എന്നോടും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാൻ അവരോട് അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഒരു ഇതുണ്ട് എന്നോട്. അപ്പം എനിക്ക് അത് മാറ്റി കുറച്ചൊക്കെ ഞാൻ ഇച്ചിരി എല്ലാവരോടും മിങ്കിൾ ചെയ്യണം. അതുപോലെ തന്നെ എനിക്ക് കംഫർട്ടബിൾ ആകുമ്പോഴേ മാത്രമേ ഞാൻ എല്ലാവരോടും നന്നായിട്ട് മിങ്കിൾ ചെയ്യത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ എന്നോട് ആരും അടുക്കത്തില്ല. അപ്പം എനിക്ക് ആ സ്വഭാവമൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. എല്ലാവരോടും കുറച്ചൊക്കെ കൂടെ കണക്ട്, അങ്ങനെ ഒരുപാട് എനിക്ക് ആരോടും കണക്ട് ചെയ്യാൻ വലിയ താല്പര്യമില്ല, അങ്ങനെയല്ല. എന്നാലും വല്ലപ്പോഴും ഒക്കെ എല്ലാവരോടും ഒരു ഹായ് എന്തെങ്കിലും അയച്ചു എന്തെങ്കിലുമൊക്കെ മിണ്ടാൻ എന്നൊക്കെ ഇനി ശ്രമിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. കാരണം അതെനിക്ക് പണ്ട് തൊട്ടേ കുറവാണ്. ഞാൻ അങ്ങനെ ചെയ്യാറില്ലാത്തതുകൊണ്ട് തന്നെ അതെനിക്ക് എന്താ പറയണേ, അങ്ങനെയൊക്കെ ഒന്ന് മാറണം എന്ന് മാത്രമുള്ള ആഗ്രഹം. ഇതൊക്കെയാണ് എൻ്റെ ബേസിക്കായിട്ടുള്ള കുറച്ച് എൻ്റെ സ്വഭാവത്തിൽ മാറ്റണം എന്നൊക്കെ വിചാരിക്കുന്ന കാര്യങ്ങൾ.
അപ്പം എന്താ, ഇതൊക്കെയാണ് വീഡിയോ. ഈ വീഡിയോയുടെ ലെങ്ത് കൂടുതൽ, അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു കുക്കിംഗ് വീഡിയോ കൂടെ ആഡ് ചെയ്യാനാണ്. അപ്പം ഞാൻ എന്തായാലും ഈ വീഡിയോ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് സംസാരിക്കുന്ന പോലെ ഇങ്ങനൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എന്നും ഇനി എന്തെങ്കിലുമൊക്കെ കുക്കിംഗ് അല്ലെങ്കിൽ പോലും ഞാൻ ചില ദിവസം കുക്കിംഗ് വീഡിയോ എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി വ്ളോഗുകളായിട്ട് എടുക്കാത്തതെന്ന് വെച്ചാൽ ചില ദിവസം എന്നും മിക്ക ഒരേ കൂട്ടാനൊക്കെ വെക്കുന്നു, മീൻസ് കാണിച്ചിട്ടുള്ള പോലെ തന്നെ കറികളൊക്കെ വെക്കുമ്പോൾ വീണ്ടും അത് കാണിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് വീഡിയോസൊക്കെ എന്നും അങ്ങനെ എടുക്കാത്തത്. പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള മടിയുണ്ട്, അത് വേറെ സത്യം. അപ്പം എനിക്ക് അങ്ങനെ കുക്കിംഗ് എടുക്കാത്ത ദിവസം ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് സംസാരിക്കാനൊക്കെ ശ്രമിക്കാം. എല്ലാവർക്കും ഇതൊന്നും ഇഷ്ടമാവുമെന്ന് പോലും എനിക്കറിയില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് എൻ്റെ വാചകവാടിയോ എൻ്റെ വീഡിയോസ് ഇഷ്ടമല്ലെങ്കിൽ പോലും എന്നോടൊരു പേഴ്സണലി ഒരു ഇഷ്ടം കൊണ്ട് നിങ്ങൾ ജസ്റ്റ് വീഡിയോ എങ്കിലും ഓണാക്കി വെച്ചിട്ട് നിങ്ങൾ വേറെ പരിപാടികളും ചെയ്യും. എനിക്ക് എൻ്റെ വീഡിയോസൊക്കെ ഒന്നും എല്ലാവരും കാണണം കേട്ടോ. എനിക്ക് അതാണ് ഈ ഒരു പുതിയ വർഷത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇത്രത്തോളം ഇങ്ങനെ എൻ്റെ വീഡിയോസ് കാണണം എന്നൊന്നും പറയാം. കാരണം എനിക്കിപ്പം നല്ല ആഗ്രഹമുണ്ട്, എനിക്ക് ഇച്ചിരി വീഡിയോസ് ഇടണം, യൂട്യൂബ് നല്ലതായിട്ട് കൊണ്ടുപോകണം. നിങ്ങൾക്കറിയാം ഞാൻ ചിലപ്പോൾ ഒന്നും വീഡിയോസ് ഇടാറില്ല. ഇനി എനിക്ക് ഡെയിലി വീഡിയോസ് എന്തെങ്കിലുമൊക്കെ ഇടണം എന്നൊക്കെ എനിക്ക് ആഗ്രഹങ്ങളൊക്കെ വന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നത്. എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ആരും ചെയ്യത്തില്ല, വായിട്ട് പറഞ്ഞാലേ ആൾക്കാർ ചെയ്യത്തുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ഒരുപാട് വീഡിയോ റെഫർ ചെയ്യുമ്പോൾ ആൾക്കാർ പറയുന്നത് നമ്മൾ അവരോട് പറയണം, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അങ്ങനെ 10 വട്ടം പറഞ്ഞാലേ ഒരാളെങ്കിലും കേൾക്കത്തുള്ളൂ എന്നാണ് ഇതൊക്കെ അരച്ച് കലക്കി കുടിച്ചിട്ട് ഉള്ളവർ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തുറന്നു പറയുന്നത്, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ അപ്പുറത്ത് ഡിസ്ലൈക്ക് ഉണ്ട്, അതും ചെയ്യാം നിങ്ങൾക്ക്. കമൻറ്റ് തെറികൾ ഒഴികെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തെറികൾ അങ്ങനെയുള്ള കമൻറ്റുകൾ എനിക്ക് വലിയ താല്പര്യമില്ല. അങ്ങനെയുള്ള കമൻറ്റുകൾ വന്നാൽ എന്തായാലും നമ്മൾ സാധാരണക്കാരെ പോലെ റെസ്പോണ്ട് ചെയ്യും. അത് എനിക്ക് അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ നെഗറ്റീവായിട്ട് വന്നിട്ടുള്ളത് ചിലപ്പം വീഡിയോസ് ഇച്ചിരി അങ്ങനെ ഇമ്പ്രൂവ് ആക്കാല്ല. ആദ്യകാലത്തൊക്കെ എൻ്റെ വീഡിയോസ് നോക്കി അറിയാം, ഭയങ്കര ഷേക്കിംഗ് ആയിരുന്നു, ഈ കാണുന്നവർക്ക് തലവേദന എടുക്കും. കാരണം എൻ്റെ ഫോണിൻ്റെ കുഴപ്പമായിരുന്നു. ഇപ്പം അത്രത്തോളം ഇല്ല. പിന്നെ ഞാൻ പണ്ട് ആദ്യമായിട്ട് ചെയ്യുമല്ലോ, അപ്പം എനിക്കറിയത്തില്ല. അപ്പം എൻ്റെ വിചാരം ഇച്ചിരി സ്പീഡ് കൂട്ടി എനിക്ക് എല്ലാം നിങ്ങളെ കാണിക്കുകയും വേണം. അപ്പം കാണിക്കുമ്പോൾ ഒരുപാട് ലെങ്ത് ആയിപ്പോകും. അപ്പം ഞാൻ എന്ത് ചെയ്യും, നല്ല സ്പീഡിൽ ഓടിച്ചിട്ട് കാണിക്കുമ്പോഴും ഭയങ്കര വൃത്തിയുടെ. ഇപ്പം ഞാൻ അത്രയ്ക്കൊന്നും ഓടിച്ച് വിട്ടൊന്നും കാണിക്കാറൊന്നുമില്ല വീഡിയോ. ഞാൻ അങ്ങനെ തന്നെ നോർമൽ സ്പീഡിലേ മാക്സിമം ശ്രമിക്കാറുള്ളൂ. എന്നാൽ ഇപ്പോഴും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക കേട്ടോ, നല്ലതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക, ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്താണ്. വൺസ് അഗൈൻ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. 2025 എല്ലാവർക്കും നല്ല ഒരു വർഷം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബൈ.